ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഒരു സാധാരണ ഓർഗനൈസേഷൻ പല ലെവലിലാണ് ഗ്രോ ചെയ്യുക. ആ ഗ്രോത്ത് ലെവലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ ഗ്രോത്ത് ലെവൽ കഴിയുമ്പോഴും ആക്ച്വലി ചില ക്രൈസിസുകൾ നമ്മളെ ബാധിക്കും, ആ ഓർഗനൈസേഷനെ ബാധിക്കും. ആ ക്രൈസിസുകളെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു ഗ്രോത്ത് ലെവലിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളത് നോക്കാം. അപ്പോൾ 6 ഫേസസിൽ എങ്ങനെയാണ് ഒരു ചെറിയ ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ ഏറ്റവും ആദ്യം അതിൻ്റെ വിത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നത് പലപ്പോഴും ക്രിയേറ്റിവിറ്റിയെ ബേസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ലെവലിനെ ഗ്രോത്ത് ത്രൂ ക്രിയേറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. മിക്കവാറും നമ്മളുടെ ഏതെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ട് അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടൊക്കെ ആയിരിക്കും ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ആ ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് മോഡൽ തന്നെ ഉണ്ടായി വരുന്നത്. പലപ്പോഴും ഊബർ ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഒക്കെ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകളാണല്ലോ. ഈ ആപ്പുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ്, ഒരു ബിസിനസ് മോഡലിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ്. അപ്പോൾ പലപ്പോഴും ഓർഗനൈസേഷൻസ് ആരംഭിക്കുന്ന ലെവൽ ക്രിയേറ്റിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കണം. പലരും ക്രിയേറ്റീവ് അല്ലാതാണ് ഓർഗനൈസേഷൻസ് ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ ലെവലിൽ തന്നെ പാളിച്ചകൾ പറ്റുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലെവലിൽ ശരിക്കും ആവശ്യമുള്ളത് ക്രിയേറ്റിവിറ്റിയാണ്. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആദ്യത്തെ ലെവൽ നമുക്ക് പാസ്സായി അടുത്ത ലെവലിലേക്ക് പോവാം. പക്ഷേ ഈ ആദ്യത്തെ ലെവലിൽ നമ്മളൊരു വലിയ ക്രൈസിസ് അനുഭവിച്ചു തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ട്, അടുത്ത ലെവലിലേക്ക് പോവാറായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവുക. എന്തായിരിക്കും ആ ക്രൈസിസ്? നമ്മൾ ക്രിയേറ്റിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടീം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല, അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലാവുന്നു. അതായത് അവരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെയാണ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഓർഗനൈസേഷൻ പോകാറായി എന്ന് നമുക്ക് മനസ്സിലാവുക. അതായത് ക്രിയേറ്റിവിറ്റി വെച്ച് ഓർഗനൈസേഷൻ വളർന്നു തുടങ്ങുന്നു, പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവിടെ ലീഡർഷിപ്പ് ക്രൈസിസ് ആ ഓർഗനൈസേഷനെ ബാധിച്ചു തുടങ്ങുന്നു, ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റാതാകുന്നു. ഈ ഒരു ഫേസിലാണ് ലീഡേഴ്സ് അവിടെ ഉണ്ടാവേണ്ടത്, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കാണിക്കേണ്ടത്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ ആ ഓർഗനൈസേഷനകത്ത് വരേണ്ടത്. ആ സമയത്ത് ഗ്രോത്ത് ത്രൂ ഡിറക്ഷൻ എന്ന് പറയുന്ന ഫേസിലേക്ക് ഓർഗനൈസേഷൻ മാറുന്നു. കാരണം ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഈ ക്രിയേറ്റിവിറ്റിയെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ആളുകൾ ഉണ്ടാകുന്ന ഒരു ഫേസിനെയാണ് ഗ്രോത്ത് ത്രൂ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിറക്ഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ അടുത്ത ഗ്രോത്ത് ലെവലിലേക്ക് പോകണം എന്നുള്ള സൈറൻ നമുക്ക് ലഭിക്കുന്നു. അത് ഒരു ഓട്ടോണമി ക്രൈസിസ് ആണ്. അതായത് പലപ്പോഴും നമ്മൾ തന്നെ അല്ലെങ്കിൽ ആ ലീഡർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥ, ബിസിനസ്സിന് അകത്ത് തന്നെ കിടന്ന് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യേണ്ട അവസ്ഥ. പല ഓർഗനൈസേഷൻസും, കേരളത്തിലുള്ള ഒരു 80% ഓർഗനൈസേഷൻസും ഈ ഒരു ലെവലിൽ ഇപ്പോഴും സ്റ്റക്കാണെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അടുത്ത ലെവലിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു, അടുത്ത ഒരു ആക്ഷന് സമയമായിരിക്കുന്നു. അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ആ ഓർഗനൈസേഷൻ പ്രവേശിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ഗ്രോത്ത് ത്രൂ ഡെലിഗേഷനാണ്. എപ്പോഴാണോ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളടക്കം മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്, അപ്പോഴാണ് ഗ്രോത്ത് ത്രൂ ഡെലിഗേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ഫേസിലേക്ക് ഒരു ഓർഗനൈസേഷൻ കടക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഫ്രീ ആയിട്ട് ഓൺട്രപ്രണർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥയിലേക്ക് ഒരു ഓർഗനൈസേഷൻ എത്തിയാൽ ആ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ വിളിക്കാം. അതുവരെയും സത്യം പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ അവിടെ ഒരു വലിയ ക്രൈസിസ് പതിയെ അനുഭവിച്ചു തുടങ്ങും. ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് കൺട്രോൾ ആണ്. കൺട്രോൾ നമുക്ക് ഇല്ലാതെ പോകുന്നു. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടാകാതെ പോകുന്നത് കൺട്രോളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാതാവുന്നു, പ്രോഫിറ്റബിലിറ്റിയിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതെ വരുന്നു, ക്യാഷ് ഫ്ലോവിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇതൊരു ഇഷ്യൂ ആണ്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ലെവൽ ഓഫ് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ പറയുന്നത് ഗ്രോത്ത് ത്രൂ കോർഡിനേഷൻ എന്നാണ്. പലപ്പോഴും സിസ്റ്റംസ് ഉണ്ടാക്കുന്നതും സ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്നതും കൃത്യമായി കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുന്നതുമൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഘട്ടത്തിലാണ്. എപ്പോഴാണോ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇൻഫർമേഷനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കി കൃത്യമായ ഒരു കൺട്രോൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പുറത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അപ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫേസിലേക്ക് നിങ്ങൾ എത്തുക.
അവിടെ ഗ്രോത്ത് ത്രൂ കോർഡിനേഷൻ എന്നുള്ള വാക്കാണ് ഏറ്റവും ആപ്റ്റായിരിക്കുന്നത്. ഇങ്ങനെ കോർഡിനേഷനിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ ഓർഗനൈസേഷൻ അത്യാവശ്യം വലിയ ഹൈറാർക്കിയൊക്കെ ആയിട്ടുണ്ടാവും, വലിയ രീതിയിൽ വലിയ സിസ്റ്റംസും സ്ട്രക്ചേഴ്സും ഒക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഈ പോളിസികൾ കാരണം റെഡ് ടേപ്പിസം ഉണ്ടാകാം, ഡിലേയ്സ് ഉണ്ടാവാം, പല കാര്യങ്ങളും പണ്ട് നടന്നിരുന്ന സ്പീഡിൽ നടക്കാതെ ആയിട്ടുണ്ടാവാം. പലപ്പോഴും ഈ സിസ്റ്റംസ് കാരണം തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റലായ കൺഫ്യൂഷൻസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥയൊക്കെ, അതായത് ഒരു ഓർഗനൈസേഷനകത്ത് തന്നെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ അനാരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാം. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല കാര്യങ്ങളും ഈസാക്കാൻ, അതായത് എളുപ്പമാക്കാൻ നമ്മൾ അത്ര കോർ കോമ്പീറ്റൻ്റ് അല്ലാത്ത മേഖലകൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയൊക്കെയാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിലൂടെ, കൊളാബറേഷനിലൂടെ നമുക്ക് അടുത്ത ഗ്രോത്ത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഗ്രോത്ത് ഫേസിനെ പറയുന്നത് ഗ്രോത്ത് ത്രൂ കൊളാബറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഗ്രോത്ത് ഫേസ് ആണ് ഗ്രോത്ത് ത്രൂ കൊളാബറേഷൻ. പല ആളുകളുമായിട്ട്, സമാന ചിന്തകളുള്ള ആളുകളുമായി, സമാന ഗതിയിൽ അല്ലെങ്കിൽ സമാനമായ ഡിറക്ഷനിൽ സഞ്ചരിക്കുന്ന ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഗ്രോത്ത് ത്രൂ കൊളാബറേഷൻ. ഇങ്ങനെ പല ഫേസുകളിലൂടെയാണ് ഒരു ഓർഗനൈസേഷൻ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്തു പോകേണ്ടത്. പലപ്പോഴും ഓർഗനൈസേഷൻസ് ഗ്രോ ചെയ്യുന്ന പ്ലാനുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ലോജിക്കൽ സീക്വൻസിലൊന്നും ഒരു ഗ്രോത്ത് പ്ലാൻ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പല ഓർഗനൈസേഷൻസും സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ഈ സ്റ്റക്കായി നിൽക്കുന്ന ഓർഗനൈസേഷൻസിൽ പൂർണ്ണമായി ഇത്തരം കാര്യങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ ഇത്തരം മോഡലുകളോ അല്ലെങ്കിൽ ഈ രീതികളോ ഇതാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് അപ്രോച്ചെന്നോ അറിയാത്ത ആളുകൾ ഇടപെടുകയും ഇവർ ചിലപ്പം ഏറ്റവും ആദ്യത്തെ ഈ ക്രിയേറ്റിവിറ്റി ലെവലിൽ നിന്ന് നേരെ ഒരു കൊളാബറേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വർക്കാവാതെ പോകും. കാരണം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്കാവുന്ന ഒരു മോഡൽ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളുടെ ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ള രീതിയിൽ, പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പുകളിലൂടെ വളരെ ലോജിക്കലായി ഈ ലാഡർ ക്ലൈംബ് ചെയ്തു പോകേണ്ടതുണ്ട്. അങ്ങനെ ക്ലൈംബ് ചെയ്താൽ ഞാൻ ഉറപ്പ് പറയുന്നു ഏതൊരു ബിസിനസ്സിനെയും അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ ഓർഗനൈസേഷന് ഒരു ഗ്രോത്ത് പ്ലാനിങ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.